അസ്സലാമു അലൈക്കും. നാം മനുഷ്യർ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെപ്പോലെ മനോഹരമായ ഒരു ഗ്രഹത്തിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് തുടങ്ങി ദുനിയാവുടനീളം യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. ജനനവും മരണവും പുനർജന്മവും തുടങ്ങി കണ്ണുകൊണ്ട് കണ്ടതും കാണാത്തതുമായ ഏതൊക്കെയോ നാൾ വഴിയിലൂടെ നമ്മുടെ പ്രയാണം തുടരുകയാണ്. നമ്മെ മുഴുവൻ ജഗന്നിയന്താവായ ഇലാഹിൻ്റെ ചരടിൽ ചേർത്ത് നിർത്തിയത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലിലേക്ക് അണച്ചു പിടിച്ചത് ഷഹാദ എന്ന വിസ്മയമാണ്. ഇസ്ലാമികാശ്ലേഷണത്തിൻ്റെ ലാളിത്യവും സുതാര്യതയും ഇത്രമേൽ മനോഹരമാക്കിയ വചനം എത്ര സുന്ദരമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. നിങ്ങൾ ബിലാൽ ഇബ്നു റബാഹയുടെ ശബ്ദം കേട്ടിട്ടില്ലേ? ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ആവിർഭാവം മുതൽ ആ കറുത്ത മനുഷ്യൻ്റെ ശബ്ദമാണ് നമ്മെ നിസ്കാരത്തിലേക്ക് വിളിച്ചു നിർത്തിയത്. ആകാശമേഘങ്ങൾ അഖിലം പറന്ന്, ആലാപമിനാരങ്ങൾ ആലം മറന്ന്, ആനന്ദമേകുന്ന ഇലാഹിൻ്റെ മരുന്ന്, 1000 ഘാതങ്ങൾ ബിലാലിൻ്റെ വിരുന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح الله أكبر الله أكبر لا إله إلا الله. അർഹരുടെ വീടിൻ്റെ പടിവാതിലിലേക്ക് കൊണ്ടെത്തിക്കാനാവാത്ത സമ്പാദ്യം എങ്ങനെയാണ് മുസ്ലിമിൻ്റെ സ്വന്തമാവുക? ധനം മനുഷ്യന് ഒരുപോലെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വാതിൽ തുറക്കുകയാണ്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചവർ അവൻ്റെ സമ്പത്തിൻ്റെ ഓഹരിയെ അനാഥരിലേക്കും അശരണരിലേക്കും അഗതികളിലേക്കും തുടങ്ങി ദാരിദ്ര്യത്തിൻ്റെ ചുഴിയിലകപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരിലേക്ക് കൈമാറുമ്പോഴാണ് മുസ്ലിമിൻ്റെ സമ്പത്തിൽ ദൈവിക പ്രീതി സംഭവിക്കുന്നത്. إنما الصدقات للفقراء والمساكين
والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله فريضة من الله فريضة من الله والله عليم حكيم. ദിവസങ്ങളിൽ 30 ദിനരാത്രങ്ങൾ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ വ്യാപിച്ചു കിടക്കുന്ന 200 കോടി മുസ്ലിമീങ്ങൾ ഒരുപോലെ അനുഷ്ഠിക്കുന്ന നിർബന്ധ വ്രതമാണ് റമളാനിൻ്റെ നോമ്പുകാലം. ദിവസത്തിൻ്റെ അർദ്ധത്തെ അന്നപാനീയങ്ങൾ ത്യജിച്ച് വിശപ്പെന്ന മഹാവികാരത്തെ തിരിച്ചറിയുന്നതിലൂടെ ലോകമാനവികതയുടെ സംസ്ഥാപനത്തിലേക്ക് മനുഷ്യർ മുഴുവൻ സന്നദ്ധരാകുന്ന 30 നാളുകൾ. വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ ഓർമ്മക്കാലം, 1000 മാസങ്ങളെക്കാൾ പ്രസക്തി സിദ്ധിച്ച ലൈലത്തുൽ ഖദ്ർ എന്ന അത്ഭുത രാത്രിയുടെ കാലം, ദാനധർമ്മത്തിൻ്റെ കാലം, രാത്രി നിസ്കാരങ്ങളുടെ കാലം, ചേർത്ത് നിർത്തലുകളുടെ കാലം, ഒരുമയുടെ കാലം, പ്രപഞ്ചപാലകനെ തേടി സബര്യ തീർക്കുന്ന വിശ്വാസികളുടെ സ്വന്തം വസന്തകാലം റമളാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ആരാധ്യനായ റബ്ബിൻ്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യേണ്ട മുസ്ലിം മാനവികത കറുത്ത കില്ലയിൽ പൊതിഞ്ഞ മക്കയിലെ കഅബാലയത്തിലേക്ക് മുഖം തിരിക്കുകയാണ് 5 നേരം. ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതരായ നാട്, ആദം നബിയും മാലാഖമാരും ചേർന്ന് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം പണിതു തീർത്ത നാട്, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഹജറ ബീവിയുടെ ത്യാഗസമ്പന്നമായ ജീവിതത്തെ ഒപ്പിയെടുത്ത നാട്. ആ നാടിനെ കാണാൻ ലോകമനീഷികൾ ആണ്ടിലൊരിക്കൽ സംഗമിക്കുന്ന മഹാ ജനസഞ്ചയമാണ് ഹജ്ജ്. പണ്ഡിതനും പാമരനും, ധനികനും ദരിദ്രനും, പ്രസിദ്ധനും അപ്രസിദ്ധനും ഒരുപോലെ വിനയാന്വിതരായി ഏകനായ ഒരേ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധനാ നിമഗ്നരാകുന്ന ദുൽഹിജ്ജയുടെ കാലം.
ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ. നാം പ്രപഞ്ചാധിപനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, ആകാശത്ത് എഴുതപ്പെട്ട ഏതോ തിരക്കഥയിലെ കഥാപാത്രങ്ങൾ, തിരിച്ചറിവുകൾക്ക് വേണ്ടി നിയുക്തരായ കലാകാരന്മാർ, സമ്മതമില്ലാതെ ഭൂമിയിലേക്ക് വന്നവർ, സമ്മതമില്ലാതെ ഭൂമിയിൽ നിന്ന് പോകേണ്ടവർ. ആ യാത്ര ഏറ്റവും നിസ്തുല്യവും വിഖ്യാതവുമാകുമ്പോഴാണ് മരിച്ചിട്ടും മരിക്കാത്ത മനുഷ്യരായി നാം ജീവിക്കുക. എല്ലാം കാണുന്നവൻ നമ്മെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.